ज्येष्ठराजं ब्रह्मणस्पत आनशृण्वन्नोतिभिः सीदसादनं महागणपतये नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ॐ यस्मिन् सर्वं यदः सर्वं यः सर्वं सर्वदृक्तथा सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। ഹരി ഓം. പ്രഭാത തീർത്ഥം എന്ന പുതിയ ഒരു പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ വേദാന്ത സംബന്ധിയായ ഒരു ചിന്തയോടെ നമുക്ക് നമ്മുടെ ദൈനംദിന കൃത്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ പ്രഭാത തീർത്ഥം എന്ന വാട്സാപ്പ് യജ്ഞം ഇത് ഏവരും പ്രയോജനപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു. ഇതേവർക്കും പ്രയോജനകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വാട്സാപ്പ് യജ്ഞം എന്ന ഒരു പുതിയ സങ്കേതത്തെക്കുറിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. ശ്രീ വിനീഷിൻ്റെ ഒരു ആശയമായിട്ടാണിത് പുറത്തു വന്നത്. ഏതായാലും ഇതിന് ലഭിച്ചിട്ടുള്ള വലിയ തോതിലുള്ള ഒരു സ്വീകരണം ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നു. ഈ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സാങ്കേതിക സൗകര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പേരിലേക്ക് സനാതനധർമ്മ ചിന്ത പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഏവരും സജീവമായി പങ്കെടുക്കണം എന്നുകൂടി നിർദ്ദേശിച്ചുകൊള്ളട്ടെ. പ്രഭാതതീർത്ഥം എന്ന ഈ പരിപാടിയിൽ ശ്രീമദ് ശങ്കര ഭഗവത് പാദരാൽ വിരചിതമായിട്ടുള്ള ആത്മബോധം എന്ന ഏറെക്കുറെ പ്രാഥമികമായി പരിഗണിക്കാവുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രകരണ ഗ്രന്ഥമാവുന്നു നാം ആദ്യമായിട്ട് പരിചയപ്പെടുക. ശ്രീമദ് ശങ്കര ഭഗവത് പാദരെ സദാശിവനിൽ നിന്നും സമാരംഭിച്ച ഗുരുപരമ്പരയുടെ ഒരു പ്രധാന കണ്ണിയായി ഗുരുപരമ്പരാ സ്മരണത്തിൽ അനുസ്മരിക്കപ്പെടാറുള്ളത് ഏവർക്കും അറിയാം. ശങ്കര ഭഗവത് പാദർ സനാതനധർമ്മ വിഷയത്തിൽ സ്വാനുഭൂതിയുടെ നിറവിൽ ചെയ്തിട്ടുള്ള സേവനങ്ങൾ എത്ര അക്കമിട്ട് പറഞ്ഞാലും തീരില്ല, അഗണ്യമാണ്. ആ മഹാപ്രഭുവിന് മുന്നിലും പൂർവിക ഗുരുപരമ്പരയ്ക്ക് മുമ്പിലും നമുക്ക് പ്രണാമമർപ്പിക്കാം. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യ. സനാതനധർമ്മ ചിന്ത ലോകോത്തരമാണ്. സകല പ്രപഞ്ചങ്ങൾക്കും ശരിയായ ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റി പരമാനന്ദ പ്രാപ്തിക്ക് ഉതകുമാറ് എങ്ങനെ ജീവിക്കണം എന്ന് ഉപദേശിച്ചിട്ടുള്ള ദർശനങ്ങളുടെ സമാഹാരമാണ് സനാതനധർമ്മം. ഇത് വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ളതാണ്. വേദ ചിന്തയ്ക്ക് കാലാകാലങ്ങളിൽ അനുഷ്ഠാതാക്കളുടെ ഇടയിൽ അപചയം വരാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു അപചയത്തിൻ്റെ കാലത്ത് ശങ്കര ഭഗവത് പാദർ ഈ ഒരു മേഖലയിലേക്ക്
സർഗാത്മകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ആ മഹാമനീഷി നമ്മെ ഏവരെയും സനാതന ധർമ്മചിന്തയിൽ ആഴത്തിൽ അഭിരമിക്കുന്നതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.